सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। जिसने आकाश बनाया, जिसने पृथ्वी बनाई, जिसने आकाश बनाया, जिसने पृथ्वी बनाई, जो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है। जो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है। യേശു തൻ്റെ ശിഷ്യനായിരുന്ന തോമസിനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ജീസസ് ടോൾഡ് തോമസ്, യു ബിലീവ് ജസ്റ്റ് ബിക്കോസ് യു ഹാവ് സീൻ മീ, ബട്ട് ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹാവൻറ്റ് സീൻ മീ യെറ്റ് ഹാവ് ബിലീവ്ഡ്. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 29. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഇൻ ക്രൈസ്റ്റ്, നമ്മുടെ കർത്താവും ദൈവമായ യേശു ക്രിസ്തുവിനെയാണ് നാം ഇന്ന് ഉയർത്തുന്നത്. നമ്മുടെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന 4 തിരുവചന പാഠങ്ങളും അക്കാര്യം തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു നമ്മുടെ കർത്താവാണ്. നമ്മോടുകൂടെ എപ്പോഴും ആയിരിക്കുന്ന ദൈവമാണവൻ. അവൻ നമ്മെ വിട്ട് ഒരിക്കലും പോവുകയില്ല. He never leaves us nor forsakes us. He is always there with us. He is always there for us. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ചിതറിയോടിയ ശിഷ്യന്മാരെ തൻ്റെ ഉയർപ്പിന് ശേഷം തിരക്കിച്ചെന്ന് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിച്ച് അവർക്ക് സമാധാനം ആശംസിക്കുന്ന ഒരു യേശുവിനെയാണ് നാം പിന്നീട് കാണുന്നത്. യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ തൻ്റെ മാതാവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരേ ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. യേശു ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായിരുന്ന ഈ യോഹന്നാൻ താൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്നു, യേശു ഉത്ഥാനശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഇല്ലാതിരുന്ന തോമസിനെ കാണുവാൻ, അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ 8 ദിവസം കഴിഞ്ഞ് യേശു വീണ്ടും വന്ന കാര്യം. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ ആ സന്ധ്യാസമയത്ത് അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് 20-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും, പിന്നീട് തോമസും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നു. നമുക്ക് വായിക്കാം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം യേശു അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ 12 പേരിൽ ഒരുവനായ തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ. ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും
ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഇവിടെ ഉത്ഥിതനായ യേശുവിൻ്റെ ശരീരത്തെപ്പറ്റി നാം കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചിരുന്നു. ഇവിടെ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു അവരുടെ നടുവിൽ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉത്ഥാനം ചെയ്യപ്പെട്ട ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ പ്രത്യേകതയാണിത്. ആ ശരീരത്തിന് ഒന്നും ഒരു തടസ്സമല്ല. വാതിലടച്ചിരിക്കുമ്പോൾ തന്നെ മുറിക്കകത്ത് വരാം, അതുപോലെ തന്നെ ഇറങ്ങിപ്പോകാം, ഭക്ഷണം കഴിക്കാം, സംസാരിക്കാം, എല്ലാം ചെയ്യാം. അതുപോലെ സമാധാനം ആശംസിക്കുന്ന യേശു. യേശു സമാധാന പ്രഭുവാണ്. തൻ്റെ ജനനത്തിങ്കിലും ഇതുതന്നെയാണ് വാനദൂതന്മാർ ജനത്തോട് പറഞ്ഞത്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. സമാധാനം ആശംസിക്കുന്ന യേശുവാണ് ഉയർത്തെഴുന്നേറ്റ യേശു. അപ്പോൾ ജനത്തിന് സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാം നൽകുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നമ്മുടെ ദൈവമാണ്. നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവുമേ എന്ന് തോമസ് അപ്പോസ്തലൻ പ്രഖ്യാപിച്ചതുപോലെ നമുക്കും എപ്പോഴും ഏറ്റുപറയാം, യേശുവേ നീ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമാണ് എന്ന്. ഇവിടെ കാഴ്ചയും വിശ്വാസവും തമ്മിലുള്ള ബന്ധമാണ് വിശുദ്ധനായ യോഹന്നാൻ പറയുവാൻ ശ്രമിച്ചിരിക്കുന്നത്. ഞങ്ങൾ കണ്ടില്ലല്ലോ, പിന്നെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്ന ധാരാളം ആൾക്കാർ ഇന്ന് ഈ ലോകത്തിലുണ്ട്. അവരോട് യേശുവിൻ്റെ തന്നെ വായ്മൊഴിയാൽ പറഞ്ഞ കാര്യം, അതായത് കണ്ടതുകൊണ്ട് വിശ്വസിച്ചതിലും ഭാഗ്യമുള്ളവർ കാണാതെ വിശ്വസിച്ചവരാണെന്ന് നമുക്ക് പറയാം. നാമെല്ലാം ആ ഗണത്തിൽപ്പെട്ടവരാണ്. നാം യേശുവിനെ സ്വന്തം കണ്ണാൽ കണ്ടില്ല, പക്ഷേ നാം കാണാതെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. നാം ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാണ് സഹോദരങ്ങളെ. വിശുദ്ധ യോഹന്നാൻ പറയുവാൻ വെച്ചിരുന്ന ഇക്കാര്യം വളരെ പ്രാധാന്യമുള്ളതത്രേ. യേശുവിനെ കണ്ട് തൊട്ടു നോക്കിയപ്പോൾ, യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തോമസ് ലിഹായിക്ക് തൻ്റെ അവിശ്വാസം വിശ്വാസമായി പരിണമിച്ചു. ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന് മറ്റു ശിഷ്യന്മാർ തോമസിനോട് പറഞ്ഞപ്പോൾ അവർ യേശുവുമായുള്ള ആ എൻകൗണ്ടർ അനുഭവിച്ചു എന്നും അവർ യേശു സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിച്ചു എന്നുമാണ് അർത്ഥമാക്കിയത്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തിപരമായി നാം ഓരോരുത്തരും വിശ്വാസത്തിൽ ഉറയ്ക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അന്നും യേശു ആഗ്രഹിച്ചത് അതാണ്, ഇന്നും യേശു ആഗ്രഹിക്കുന്നത് അതാണ്. മറ്റുള്ളവരുടെ വിശ്വാസത്തിൻ്റെ പുറത്തല്ല, നാം സ്വന്തമായി നാം തന്നെ അത് വിശ്വസിച്ച് ഏറ്റുപറയണം. പേഴ്സണൽ ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് തോമാസ് ലീഹ പ്രഖ്യാപിച്ചതുപോലെ നാമും വ്യക്തിപരമായി ഈ യേശുവിനെ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനുമായി നാം അംഗീകരിക്കണം, നാം ഏറ്റുപറയണം, നാം പ്രഖ്യാപിക്കണം.
ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യത്തെ തോമാസ് ലീഹായ്ക്ക് വെരിഫൈ ചെയ്യണമായിരുന്നു. ഈ തോമാസ് ലീഹ ഒടുവിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് ഉണ്ടായത്. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് കൽപ്പിച്ചിരുന്ന അതേ ഗുണവിശേഷങ്ങളാണ് ഇവിടെ യേശുവിന് നൽകപ്പെടുന്നത്. അതായത് കർത്താവും ദൈവവും എന്ന ആ ആട്രിബ്യൂട്ട്. അതായത് അവൻ കർത്താവുമാണ്, അവൻ ദൈവവുമാണ്. ഇത് കേട്ട ഉടനെ യേശുവിൻ്റെ റിമാർക്ക് വരുന്നു. എന്താണ് യേശു തോമാസ് ലീഹായോട് പറഞ്ഞത്? നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. താൻ തിരിച്ചറിഞ്ഞില്ല എങ്കിലും തൻ്റെ കർത്താവും ദൈവവുമായ യഹോവയെ യാക്കോബ് എങ്ങനെയാണ് എതിരിട്ടത്? ദൈവവുമായുള്ള യാക്കോബിൻ്റെ ആ എൻകൗണ്ടർ, എങ്ങനെയാണ് വിശ്വാസത്താൽ ഈ ദൈവത്തെ യാക്കോബ് പിടിച്ചു നിർത്തിയത്? അടുത്തതായി നാം പഠിക്കുവാൻ പോകുന്നത് അതാണ്. പഴയ നിയമത്തിൽ നിന്നും ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 32 വേഴ്സസ് 22 to 32. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നാം പഠിക്കുകയാണെങ്കിൽ യാക്കോബിന് വലിയൊരു പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടതായി വരുന്നു. വലിയൊരു ശത്രുവിനെയാണ് തനിക്ക് നേരിടേണ്ടത്. തൻ്റെ സ്വശക്തിയാൽ ആ ശത്രുവിനെ നേരിടുവാൻ കഴിയില്ല. താനാകെ ഭയത്തിലാണ്. ഈ ഭയം ഇന്ന് തുടങ്ങിയതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ ശത്രു തന്നെ കൊല്ലുമെന്ന് ഭയന്നാണ് യാക്കോബ് തൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്നും ഹാരാനിലേക്ക് ഓടിപ്പോയത്. അവിടെ തൻ്റെ അമ്മാവനായ ലാബാൻ്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഇപ്പോൾ യാക്കോബ് തിരികെ തൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. താൻ ഒറ്റയ്ക്കല്ല, കൂടെ താൻ സമ്പാദിച്ച 2 ഭാര്യമാരുണ്ട്, തൻ്റെ 11 പുത്രന്മാരുണ്ട്, അനേകം ദാസീദാസന്മാരുണ്ട്, അനവധിയായ മൃഗസമ്പത്തുണ്ട്. ഇതെല്ലാമായി യാക്കോബ് യാത്ര ചെയ്യുകയാണ്. വഴിയിലാണ് ഈ ശത്രു ഉള്ളത്. ഈ ശത്രു മറ്റാരുമല്ല, തൻ്റെ സ്വന്തം സഹോദരനായ ഏശാവാണ്. ഏശാവ് താമസിക്കുന്നത് ഏദോം ദേശത്താണ്. ഇവർ സെയീർ പർവ്വത നിവാസികളായി അവിടെ താമസിക്കുകയാണ്. ഏശാവും തൻ്റെ സന്തതി പരമ്പരകളും, അങ്ങനെ വലിയൊരു സമൂഹമുണ്ട്. ഈ യാക്കോബിന് ഏശാവിനെ ഭയമാണ്. എങ്ങനെ ആ ശത്രുവിനെ എതിരിടും? എന്താണ് ഇവരുടെ ശത്രുതയ്ക്ക് കാരണം? അത് ഒരു പാത്രം പായസത്തിൻ്റെയും ജ്യേഷ്ഠാവകാശത്തിൻ്റെയും കഥയാണ്. ജ്യേഷ്ഠാവകാശത്തെ തെല്ലും വിലമതിക്കാതിരുന്ന ഏശാവ് ഒരു പാത്രം പായസത്തിന് വേണ്ടി അത് തൻ്റെ സഹോദരനായ യാക്കോബിന് വിറ്റുകളഞ്ഞു. തൻ്റെ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു. ഒടുവിൽ തൻ്റെ അനുഗ്രഹമെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഏശാവ് അവിടെ നിന്ന് ഏദോമിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇവർ കണ്ടുമുട്ടുവാൻ പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഒന്നും അറിയില്ല. നമുക്ക് ഈ പ്രത്യേക വേദഭാഗം വായിക്കുന്നതിന് മുമ്പായി ജനസിസ് ചാപ്റ്റർ 32 വേഴ്സസ് 3 ഓൺവേഴ്സ് നമുക്ക് വായിക്കാം. അനന്തരം യാക്കോബ് ഏദോം നാടായ സെയീർ ദേശത്ത് തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എൻ്റെ യജമാനനായ ഏശാവിനോട് ഇങ്ങനെ പറവീൻ, നിന്റെ അടിയാൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു, ഞാൻ ലാബാൻ്റെ അടുക്കൽ പരദേശിയായി പാർത്ത് ഇന്നുവരെ അവിടെ താമസിച്ചു. എനിക്ക് കാളയും കഴുതയും ആടും ദാസീദാസന്മാരുമുണ്ട്. നിനക്ക് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനനെ അറിയിപ്പാൻ ആളയക്കുന്നത്. ഇവിടെ ഇപ്പം സഹോദരന്മാർ തമ്മിൽ
ആയിരിക്കുന്നത് യജമാനനും അടിയാനുമാണ്. ബന്ധം പോയിപ്പോകുമ്പോൾ അവർ യജമാനനും അടിയാനുമായി മാറുകയാണ്. ഈ ദൂതന്മാർ യാക്കോബിൻ്റെ അടുക്കൽ മടങ്ങി വന്നു. ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ പോയി വന്നു. അവൻ 400 ആളുകളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു ഭയപരവശനായി തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായി വിഭാഗിച്ചു. ഏശാവ് ഒരു കൂട്ടത്തിൻ്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, ഇവിടെ യാക്കോബിൻ്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ, നിൻ്റെ ദേശത്തേക്കും നിൻ്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. അന്ന് രാത്രി യാക്കോബ് അവിടെ പാർത്തു. തൻ്റെ പക്കലുള്ളതിൽ തൻ്റെ സഹോദരനായ ഏശാവിന് സമ്മാനമായിട്ട് 200 കോലാടിനെയും 20 കോലാട്ടുകൊറ്റനെയും 200 ചെമ്മരിയാടിനെയും 20 ചെമ്മരിയാട്ടുകൊറ്റനെയും കറവുള്ള 30 ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും 40 പശുവിനെയും 10 കാളയെയും 20 പെൺകഴുതയെയും 10 കഴുതക്കുട്ടിയെയും വേർതിരിച്ചു. തൻ്റെ സഹോദരനായ ആ ശത്രുവായ ഏശാവിനെ പ്രീതിപ്പെടുത്തുവാൻ സമ്മാനമായിട്ട് കൊടുത്തയക്കുവാൻ പോവുകയാണ്. തൻ്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകമായി ഏൽപ്പിച്ചു. തൻ്റെ ദാസന്മാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നുപോയി അതത് കൂട്ടത്തിന് മധ്യേ ഇടയിടുവീൻ എന്ന് പറഞ്ഞു. ഒന്നാമത് പോകുന്നവനോട് അവൻ, എൻ്റെ സഹോദരനായ ഏശാവ് നിന്നെ കണ്ട്, നീ ആരുടെ ആൾ? എവിടെ പോകുന്നു? നിന്റെ മുമ്പിൽ പോകുന്ന ഇവ ആരുടെ വക എന്നിങ്ങനെ നിന്നോട് ചോദിച്ചാൽ, നിന്റെ അടിയാൻ യാക്കോബിൻ്റെ വകയാകുന്നു. ഇത് യജമാനനായ ഏശാവിന് അയച്ചിരിക്കുന്ന സമ്മാനം. അതാ അവനും പിന്നാലെ വരുന്നു എന്ന് നീ പറയണം എന്ന് കൽപ്പിച്ചു. ഇത് നിനക്ക് നിന്റെ അടിയാനായ യാക്കോബ് തന്നു വിടുന്ന സമ്മാനമാണ്. അവൻ പുറകെ വരുന്നുണ്ട് എന്ന് പറയണമെന്ന് കൽപ്പിച്ചു. 2-മത്തവനോടും 3-മത്തവനോടും കൂട്ടങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാവരോടും നിങ്ങൾ ഏശാവിനെ കാണുമ്പോൾ ഇപ്രകാരം അവനോട് പറവീൻ, അതാ നിന്റെ അടിയാൻ യാക്കോബ് പിന്നാലെ വരുന്നു എന്നും പറവീൻ എന്ന് അവൻ കൽപ്പിച്ചു. എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ട് അവനെ ശാന്തനാക്കിയിട്ട് പിന്നെ ഞാൻ അവൻ്റെ മുഖം കണ്ടുകൊള്ളാം. പക്ഷേ അവൻ എന്നോട് ദയ തോന്നുമായിരിക്കും എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളുടെ ഇടയിൽ സാത്താൻ പ്രവേശിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന 2 സഹോദരങ്ങളാണ്. ഇരട്ടകളായിരുന്നു അവർ. അവർ എങ്ങനെ സന്തോഷത്തോടെ ആ ഭവനത്തിൽ കഴിയേണ്ടവരായിരുന്നു. അവരുടെ ഇടയിൽ ശത്രുതയുണ്ടായി. ശത്രുതയ്ക്ക് വേണ്ടി അവർ സാത്താനെ അനുവദിച്ചു. ഇപ്പോൾ അവർ സഹോദരന്മാരെന്നല്ല, യജമാനനും അടിയാനും അങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. അങ്ങനെ സമ്മാനം അവൻ്റെ മുമ്പായി പോയി. അവനോ അന്ന് രാത്രി
കൂട്ടത്തോടുകൂടെ പാർത്തു. യാക്കോബ് ഈ സമ്മാനങ്ങളെല്ലാം ദാസന്മാരുടെ കയ്യിൽ കൂട്ടം കൂട്ടമായി കൊടുത്തുവിട്ടു. അങ്ങനെ തൻ്റെ സഹോദരനായ, ഇപ്പോൾ ശത്രുവായി മാറിയിരിക്കുന്ന ആ ഏശാവിനെ പ്രീതിപ്പെടുത്തുവാൻ, അവനെ ശാന്തനാക്കുവാൻ യാക്കോബ് ശ്രമിക്കുകയാണ്. യാക്കോബ് പുറകിലാണ്. യാക്കോബ് അന്ന് രാത്രി അവിടെ പാർത്തു. ആ രാത്രിയിൽ അവന് സ്വസ്ഥതയില്ല. യാക്കോബിന് ഒട്ടും സ്വസ്ഥതയില്ല. എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? തന്നോട് തൻ്റെ സഹോദരൻ പ്രതികാരം ചെയ്യുമോ? തൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും എല്ലാം കൊല്ലുമോ? തൻ്റെ മൃഗസമ്പത്തിനെയൊക്കെ അപഹരിക്കുമോ? ഒന്നും അറിഞ്ഞുകൂടാ. വേഴ്സ് 22. രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റ് തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യബ്ബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം, അവിടെ ഒരു നദി ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് ജബ്ബോക്ക്. അന്നേരം ഭാര്യമാരെയും ദാസികളെയും മക്കളെയും എല്ലാം രാത്രിയിൽ തന്നെ ഈ യാക്കോബ് അക്കരെ കടത്തി. അക്കരെ കടത്തിയിട്ട് താൻ തനിയെ എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്ന് നമുക്ക് വായിക്കാം. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. യാക്കോബിനൊട്ടും സ്വസ്ഥതയില്ല. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. ഈ യാക്കോബ് അറിയുന്നില്ല ഈ പുരുഷൻ ആരാണ് എന്നുള്ളത്. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ ആ പുരുഷൻ യാക്കോബിൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. അപ്പോൾ ആ പുരുഷൻ പറഞ്ഞു, എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. നിന്റെ പേർ എന്ത് എന്ന് ആ പുരുഷൻ യാക്കോബിനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. യാക്കോബ് അവനോട്, നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. നീ എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്നവൻ പറഞ്ഞു. അവിടെ വച്ച് അവനെ അനുഗ്രഹിച്ചു. ഇവിടെ വേഴ്സ് 30 നാം വായിക്കുന്നു, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. യാക്കോബ് രാത്രിയിൽ ജബ്ബോക്ക് നദിയുടെ കരയിൽ ഒരു വ്യക്തിയുമായി മൽപ്പിടുത്തം നടത്തുന്നതും ആ വ്യക്തി ദൈവമായിരുന്നു എന്ന് ഒടുവിൽ മനസ്സിലാക്കിയ യാക്കോബ് അത്ഭുതപ്പെടുന്നതുമാണ് നാം കണ്ടത്. ആ വ്യക്തി യാക്കോബിനോട് ജയിച്ചില്ല, പരാജയപ്പെട്ടു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഹി പ്രിവെയിൽഡ് നോട്ട് അഗൈൻസ്റ്റ് ജേക്കബ്. മുന്നിൽ തനിക്ക് നേരിടുവാൻ പോകുന്ന വലിയ അപകടത്തെ തരണം ചെയ്യുവാൻ തനിക്ക് അനുഗ്രഹവും ശക്തിയും വേണമെന്ന് ദൈവത്തോട് വിശ്വാസത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടെ അപേക്ഷിച്ച് തനിക്ക് ലഭിക്കുമെന്നുള്ള ആ വിശ്വാസം ദൈവത്തെ തന്നെ മുഖാമുഖം കാണത്തക്കവണ്ണം ഇടയായിത്തീർന്നു. അല്ലെങ്കിൽ ദൈവത്തോട് എൻകൗണ്ടർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. തനിക്ക് വേണ്ടത് എന്താണ്? തൻ്റെ ശത്രുവായ ഈ ഏശാവിനോടും കൂട്ടരോടും യുദ്ധം ചെയ്യുവാൻ തനിക്ക് സ്വയം ശക്തിയില്ല. താൻ തൻ്റെ ഭാര്യമാരെയും ദാസിമാരെയും മക്കളെയും എല്ലാം ആറിനക്കരെ കടത്തി വിട്ടേച്ച് തനിയെ ശേഷിച്ചു. താൻ അവിടെ ഇരിക്കയിൽ നമുക്കറിയാം, ഇത് ദൈവത്തോടുള്ള തൻ്റെ ആ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗമാണ്. അതായത് പ്രാർത്ഥനയിൽ തനിക്ക് ഉത്തരം ലഭിക്കുന്നു.
തനിക്ക് മനസ്സിലാകുന്നില്ല ആരാണ് തൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നത് എന്ന്. ഒടുവിലാണ് താൻ മനസ്സിലാക്കിയത് ഇത് മറ്റാരുമായിരുന്നില്ല, താൻ വിളിച്ചപേക്ഷിച്ച ദൈവമായിരുന്നു എന്ന്. തനിക്ക് വേണ്ടത് തൻ്റെ ശത്രുവിനെ തോൽപ്പിക്കുവാൻ അല്ലെങ്കിൽ അവനോട് എതിരിടുവാൻ ദൈവത്തിൻ്റെ ശക്തി വേണം, ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം, ദൈവം തന്നോട് കൂടെ വേണം, തന്നോട് ചേർന്നിരിക്കണം. ക്ലോസ് പ്രോക്സിമിറ്റിയാണ് ഈ യാക്കോബ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നോട് മല്ല് പിടിക്കുവാൻ തക്കവണ്ണം ഈ ദൈവം തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. യാക്കോബ് അറിയുന്നില്ല ഇതാരാണെന്ന്. ഒരു പുരുഷൻ എന്ന് മാത്രമേ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. Jacob wrestled and prevailed not in his own strength, but by strength derived from heaven. എങ്ങനെയാണ് ഈ യാക്കോബ് ഈ ദൈവപുരുഷനോട് മല്ല് പിടിച്ച് ജയിച്ചത്? എന്ത് ചെയ്താൽ വിടത്തില്ലായിരുന്നു. ഈ മനുഷ്യനെ, ഈ ദൈവപുരുഷൻ അല്ലെങ്കിൽ താൻ കണ്ട ആ പുരുഷനെ അങ്ങ് പിടിച്ചിരിക്കുകയാണ്. ഒടുവിൽ ആ പുരുഷന് യാക്കോബിൻ്റെ തുടയ്ക്ക് ഉളുക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോഴെങ്കിലും തന്നെ വിടുമോ എന്ന് മനസ്സിലാക്കുവാൻ. ഒടുവിൽ ആ മനുഷ്യൻ പറഞ്ഞു, ഉഷസ്സാകുന്നു, നേരം വിളക്കാൻ പോകുന്നു, എന്നെ വിടുക. യാക്കോബ് പറയുകയാണ്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രാർത്ഥനയിൽ ഇത്രമാത്രം റെസിസ്റ്റൻ്റായിട്ട് ദൈവത്തോട് ഒരുവൻ അപേക്ഷിക്കുവാൻ കഴിയുമോ? താൻ കണ്ട ആ വ്യക്തിയെ നമുക്കിപ്പോൾ അറിയാം ആ ദൈവമായിരുന്നുവെന്ന്. ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുകയാണ്, വിടാതെ പിടിച്ചിരിക്കുകയാണ്. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നേരം വിളക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല, നീ എന്നെ അനുഗ്രഹിക്കണം. കാരണം എൻ്റെ മുമ്പിൽ വലിയൊരു ശത്രുവാണുള്ളത്. ആ ശത്രുവിനെ നേരിടുവാൻ എനിക്ക് ബലം വേണം, എനിക്ക് ശക്തി വേണം, എനിക്ക് നിൻ്റെ അനുഗ്രഹം വേണം. ഇവിടെ വേഴ്സ് 25b പറയുന്നു, ആ പുരുഷനോട് മല്ല് പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി എന്ന്. Jacob's thigh was out of joint by the overtension of the muscles in the wrestling. റെസ്ലിംഗ് നടത്തിയപ്പോൾ അല്ലെങ്കിൽ മൽപ്പിടുത്തം നടത്തിയപ്പോൾ ആ ഓവർ ടെൻഷൻ കൊണ്ട്, ആ മസിലിൻ്റെ ആ ടെൻഷൻ കൊണ്ട് ഉളുക്കിപ്പോയി. Jacob's thigh was out of joint. എന്നിട്ടും യാക്കോബ് ആ പുരുഷനെ വിട്ടില്ല. എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ടും വിട്ടില്ല. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നാണ് യാക്കോബ് പറഞ്ഞത്. താൻ സ്നേഹിച്ച യാക്കോബിനെ ദൈവം ഒരു കാര്യം മനസ്സിലാക്കി കൊടുത്തു. ദൈവത്തിന് യാക്കോബിനെ ഒരു പാഠം പഠിപ്പിക്കണമായിരുന്നു. എന്തായിരുന്നു ആ പാഠം? യാക്കോബ് ഒരുപാട് കാര്യങ്ങളൊക്കെ സമ്പാദിച്ചു. 2 ഭാര്യമാരെ കിട്ടി, 11 മക്കളെ കിട്ടി, മൃഗസമ്പത്തും മറ്റനവധി സമ്പത്തും ദാസീദാസന്മാരും എല്ലാം ഉണ്ട്. അപ്പോൾ കർത്താവിന് യാക്കോബിനോട് പറയണമായിരുന്നു, അല്ലെങ്കിൽ യാക്കോബിനെ ഗ്രഹിപ്പിക്കണമായിരുന്നു, തനിക്ക് സ്വന്തം ശക്തിയാൽ ഒരു ദുർഘടങ്ങളെയും എതിരിടുവാൻ സാധ്യമല്ല. അതിന് ദൈവത്തിൽ നിന്നുള്ള ശക്തി ആവശ്യമാണ്. തൻ്റെ ബലഹീനതയെ, തൻ്റെ പോരായ്മകളെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ താഴ്മയുള്ളവനായിരിക്കുവാൻ, ആ ശക്തിക്കായി ബലവാനായ ദൈവത്തിലാണ് ആശ്രയം വയ്ക്കേണ്ടത്. താഴ്മ, ആശ്രയം, ഇതൊക്കെയും ദൈവം യാക്കോബിനെ പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. യാക്കോബിൻ്റെ വിശ്വാസവും പ്രത്യാശയും പ്രോത്സാഹിപ്പിക്കുവാൻ ആ ദിവ്യപുരുഷൻ താഴുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അവൻ യാക്കോബിൻ്റെ മുമ്പിൽ തോറ്റുകൊടുത്തു. നമുക്കങ്ങനെ വേണമെങ്കിൽ അതിനെ മനസ്സിലാക്കാം. ഈ ഭൂമിയിലാണെങ്കിലും നമുക്കറിയാം, കുട്ടികൾ അവരുടെ പിതാക്കന്മാരുമായി ഒക്കെയും കളിക്കുമ്പോൾ
കുട്ടികൾക്ക് ബലമില്ല എങ്കിലും ബലവാനായ പിതാവ് ചിലപ്പോൾ അങ്ങ് തോറ്റു കൊടുക്കും. തോറ്റേ എന്ന് പറയും. അതെന്തിനാണ്? തൻ്റെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ. നിങ്ങൾക്ക് ബലമുണ്ട്, നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയും എന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. അവൻ്റെ വിശ്വാസവും പ്രത്യാശയും ഒക്കെയും വർദ്ധിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് ഈ ദൈവം താൻ സ്നേഹിച്ച യാക്കോബിനോട് ചെയ്തത്. പ്രിയ സഹോദരങ്ങളെ, സ്നേഹവും കരുണയുമുള്ള നമ്മുടെ പിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി അവരെ ഉത്തേജിപ്പിക്കുവാൻ, അവരെ എൻകറേജ് ചെയ്യുവാൻ, അവരെ വിശ്വാസവീരന്മാരായി വളർത്തുവാൻ പലയിടത്തും സ്വയം തോറ്റു കൊടുക്കുന്ന അനുഭവം നമുക്കുണ്ടാകാറുണ്ട്. അത് അനുഭവിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനർത്ഥം അപ്രകാരമുള്ള ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിങ്ങൾ ദൈവവുമായി ആയിട്ടില്ല. അവനോട് സംവദിക്കുവാൻ, അവനോട് വർത്തമാനം പറയുവാൻ, ഇടപെടുവാൻ, വേണ്ടി വന്നാൽ മല്ലു പിടിക്കുവാൻ നിങ്ങൾ ഇതുവരെ ഉദ്യമിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ പിതാവിനോട് ചേർന്ന് നിന്ന് അവനിൽ നിന്ന് പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ശക്തി കിട്ടുകയുള്ളൂ സഹോദരങ്ങളെ. ആ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് പ്രതികൂലങ്ങളെ മറികടക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് ഈ വേദഭാഗം ഇന്ന് നാം വായിക്കുമ്പോൾ നമ്മോടും പറയുവാനുള്ളത് അതാണ്. എന്നോട് ചേർന്ന് നിൽപ്പീൻ, എന്നിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുവീൻ. എന്നിൽ നിന്ന് പ്രാപിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ശക്തിയും കഴിവും എല്ലാം ലഭ്യമാകുകയുള്ളൂ. അവിടെ മാത്രമേ ഉള്ളൂ സമാധാനവും സന്തോഷവും. ഇവിടെ യാക്കോബിനോട് മല്ലുപിടിച്ച ആ പുരുഷൻ യാക്കോബിൻ്റെ പേര് ഇസ്രായേൽ എന്ന് മാറ്റുന്നതായി നാം കാണുന്നു. യാക്കോബ്, ജേക്കബ്, ഈ പേരിൻ്റെ അർത്ഥം ഹീൽ ക്യാച്ചർ, കുതികാൽ പിടിച്ചവൻ, സപ്ലാൻഡർ, സ്ഥാനം കവർന്നവൻ, മറിച്ചിട്ടവൻ, പിടിച്ചു പറിക്കുന്നവൻ എന്നൊക്കെയാണ്. തികച്ചും ജഡീകമായ ഒരവസ്ഥ, ഒരു ജീവിത രീതി, കാഴ്ചപ്പാട്, മനോഭാവം, കാർണൽ മൈൻഡഡ്നെസ്. അതേസമയം ഇസ്രായേൽ എന്ന പേരിൻ്റെ അർത്ഥം പ്രിവെയിലർ ഓർ ഓവർകമർ വിത്ത് ഗോഡ്, ജയാളി, ദൈവത്തോട് പോലും മല്ലുപിടിച്ച് തനിക്ക് നേടേണ്ടത് നേടിയെടുക്കുന്നവൻ. ആത്മീകമായ ഒരു കാഴ്ചപ്പാട്, ഒരു ആറ്റിറ്റ്യൂഡ്, ജീവിത രീതി, സ്പിരിച്വൽ മൈൻഡഡ്നെസ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ജഡീകരും ജഡസ്വഭാവികളുമായിരുന്ന നാം ഇവിടെ കാര്യം നേടിക്കൊണ്ടിരുന്നത് മറ്റുള്ളവനെ മറിച്ചിട്ട് അവൻ്റെ സ്ഥാനം കവർന്ന് അവനെ ഭ്രഷ്ടനാക്കി അവൻ്റേത് അപഹരിച്ചായിരുന്നുവെങ്കിൽ ദൈവം പേര് മാറ്റി ഇസ്രായേലാക്കിയപ്പോൾ ജയാളിയായവൻ, ദൈവത്തോടൊപ്പം നിന്ന് ജയം കണ്ടവൻ, ദൈവത്തെ സ്വാധീനിച്ച് കാര്യം കണ്ടവനായ ഇസ്രായേൽ തനിക്ക് നിലനിൽക്കുന്നതായ ബലം, നിലനിൽക്കുന്ന സമൃദ്ധി, നിലനിൽക്കുന്ന നന്മ, നിലനിൽക്കുന്ന അനുഗ്രഹം ഇവയൊക്കെയും നേടിയെടുക്കുന്നതായി നാം കാണുന്നു. ദൈവം ഒരുവൻ്റെ പേര് മാറ്റിയിടുമ്പോൾ അവനെ ജഡീകനായ അവസ്ഥയിൽ നിന്നും ആത്മീകനായ ഒരു അവസ്ഥയിലേക്ക്, ഒരു തലത്തിലേക്ക് മാറ്റുന്നതായി നാം കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറഞ്ഞത്. താൻ ജഡീകമായ അവസ്ഥയിൽ നിന്നും ആത്മീയമായ ഒരു തലത്തിലേക്ക് ആ മൽപ്പിടുത്തത്തോടെ മാറിക്കഴിഞ്ഞു.
താൻ സമ്പാദിച്ചതും താൻ ആർജിച്ചതും തനിക്കുണ്ടായിരുന്ന ആ വലിയ സമ്പത്തും ആൾബലവും ഒന്നും തൻ്റെ ശത്രുവിനോട് എതിർക്കുവാൻ പര്യാപ്തമല്ല എന്ന് ഒരു വേള മനസ്സിലാക്കിയ യാക്കോബ് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത് എനിക്ക് പ്രാപിക്കണം. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ ജഡീകനായിരുന്ന ഒരു വ്യക്തിയെ ആത്മീകനായ ഒരു വ്യക്തിയാക്കി ദൈവം രൂപാന്തരപ്പെടുത്തിയ മറ്റൊരു വേദഭാഗമാണ് നമുക്ക് അടുത്തതായി പഠിക്കുവാനുള്ളത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 9 വേഴ്സസ് 1-18. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കുവാനും കൊല ചെയ്യുവാനും മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങി പുറപ്പെട്ട ശൗലായിരുന്ന പത്രോസ് എങ്ങനെയാണ് യേശുവിലുള്ള വിശ്വാസം മൂലം നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കത്തക്കവണ്ണം കഴിവുള്ളവനായി മാറിയതെന്നാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് വായിക്കാം. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ഡമാസ്കസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. ശൗൽ പ്രയാണം ചെയ്ത് ഡമാസ്കസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ഡമാസ്കസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും യൂദ എന്ന ഒരുവൻ്റെ വീട്ടിൽ ഇരുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ഡമാസ്കസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്ക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടമനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ശൗലിന് എങ്ങനെയാണ് മാനസാന്തരം ഉണ്ടായത്?
എങ്ങനെയാണ് ഈ ജഡീകനായിരുന്ന ശൗൽ പൗലോസായി മാറിയത് എന്നാണ് നാം ഈ വേദഭാഗത്ത് കണ്ടത്. ഈ വേദഭാഗത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാശക്തി വെളിപ്പെട്ടിരിക്കുന്നതായി നാം കാണുന്നു. സർവ്വസന്നാഹങ്ങളുമായി ശൗൽ യെരൂശലേമിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ മുതൽ കർത്താവിൻ്റെ കണ്ണുകൾ അവന്മേലുണ്ടായിരുന്നു. അവൻ എങ്ങോട്ടാണ് പോകുന്നത്? ഡമാസ്കസ് എന്ന പട്ടണത്തെ നമ്മുടെ കർത്താവിനറിയാം. കുതിരപ്പുറത്ത് നിന്ന് അന്ധനായി താഴെ വീണ ശൗലിനെ കൂടെയുള്ളവർ കൈക്ക് പിടിച്ച് ആരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നും നമ്മുടെ കർത്താവിനറിയാം. അത് യൂദായുടെ ഭവനമായിരുന്നു. ആ യൂദായുടെ അഡ്രസ് കർത്താവിനറിയാം. അവൻ എവിടെ പാർക്കുന്നു? നേർവീഥി എന്ന തെരുവിലാണ് അവൻ പാർക്കുന്നത്. ആ തെരുവിൻ്റെ പേരാണ് നേർവീഥി അല്ലെങ്കിൽ സ്ട്രെയിറ്റ്. ഈ അഡ്രസ് ഡമാസ്കസിലുള്ള അനന്യാസ് എന്ന ഒരു ദൈവപുരുഷന് നമ്മുടെ കർത്താവ് ദർശനത്തിൽ കാണിച്ചു കൊടുക്കുന്നു. ശൗലിനും അനന്യാസിനും ദൈവം ഒരുപോലെ ദർശനങ്ങൾ കൊടുക്കുന്നു. അത് നാം വായിക്കുന്നത് വേഴ്സ് 10 മുതലാണ്. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ഡമാസ്കസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്ക, അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് അനന്യാസിനോട് യേശുക്രിസ്തു കൽപ്പിച്ചു. പെട്ടെന്ന് അനന്യാസ് പറയുകയാണ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തുവെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. അവനൊരു മതഭ്രാന്തനാണ്, ഒരു ടെററിസ്റ്റാണ്. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് പറഞ്ഞു. അനന്യാസ് തൻ്റെ ആ ഭയം ദൈവത്തോട് പറയുകയാണ്, എങ്ങനെയാണ് ഞാൻ അവൻ്റെ അടുത്ത് പോകുന്നത്? പെട്ടെന്ന് കർത്താവ് അവനോട് പറഞ്ഞു, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടമനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വ്യക്തിപരമായി നമ്മുടെ കർത്താവ് ഇവരോടൊക്കെ ഇടപെടുകയാണ്. ക്ലോസ് പ്രോക്സിമിറ്റി. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ശൗലിനെ കുതിരപ്പുറത്ത് നിന്ന് അടിച്ച് താഴെയിട്ടപ്പോൾ അവൻ അന്ധനായി മാറി. പെട്ടെന്നവൻ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന്. ഇപ്പോൾ അനന്യാസ് പറയുകയാണ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തുവെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. പക്ഷേ ദൈവവുമായുള്ള ഈ അഭേദ്യമായ ബന്ധം അവരെ ജഡീകമായ അവസ്ഥയിൽ നിന്നും ദൈവീകമായ ആത്മീകമായ ഒരു തലത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. ഈ വേദഭാഗത്തു നിന്നും നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് അതാണ്. എത്രമാത്രം നാം ദൈവവുമായി ഒട്ടി നിൽക്കുന്നുവോ, ചേർന്ന് നിൽക്കുന്നുവോ, അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ആ മഹാശക്തി അനുഭവിപ്പാൻ, ആ സാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് കഴിയും. നമ്മുടെ രൂപാന്തരത്തിന് ചിലപ്പോൾ ഒരു ക്രൈസിസ് നമുക്കെതിരെ വരാം. ചില കഷ്ടതകൾ നമുക്ക് അനുഭവിക്കേണ്ടതായി വരാം. എന്നാൽ അവയൊക്കെ ദൈവത്തിൻ്റെതായ ചില പദ്ധതികൾ നമ്മിൽ കൂടെ ചെയ്തെടുക്കുവാൻ ദൈവം നമ്മെ തയ്യാറെടുപ്പിക്കുന്നതിന്, നമ്മെ റെഡിയാക്കുന്നതിന് വേണ്ടിയായിരിക്കും എന്ന് തിരിച്ചറിയുക. അത് നാം മറക്കാതിരിക്കുക. നമ്മുടെ ആത്മീയമായ ഒരു ഉയർപ്പാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്.
നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മളുടെ പ്രവൃത്തികൾ, ഇവയുടെയൊക്കെ ഒരു മാറ്റം. ഇത് സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ ക്രിയ ചെയ്യുമ്പോൾ മാത്രമേ ആ തോമാസ് ലീഹായെ പോലെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ഉറക്കെ പറയുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് എളിമയോടെ പറഞ്ഞ പൗലോസ് ലീഹായ്ക്കും ഇതേ രൂപാന്തരമാണ് സംഭവിച്ചത്. ഇനി നമുക്ക് നോക്കാം, ഈ യേശുക്രിസ്തു നമ്മുടെ കർത്താവും ദൈവവുമായിരിക്കുമ്പോൾ ഈ ലോകത്തിൽ നാം എങ്ങനെ വർത്തിക്കണം എന്ന്. അടുത്ത വചനപാഠമാണ് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. പൗലോസ് ലീഹായുടെ ഈ പ്രബോധനം എത്ര മഹത്തരമാണ് സഹോദരങ്ങളെ. ഒന്നാമതായി, നാം എന്ത് പ്രവൃത്തി ചെയ്താലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം. അങ്ങനെ അവന് മഹത്വം കൊടുക്കണം, അവന് ബഹുമതി കൊടുക്കണം. രണ്ടാമതായി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നാം പ്രദർശിപ്പിക്കേണ്ട ചില മൂല്യങ്ങളുണ്ട്. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ ഇവ. മൂന്നാമതായി, ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മോട് ക്ഷമിച്ചതുപോലെ നാം മറ്റുള്ളവരോടും ക്ഷമിക്കുക. നാലാമതായി, നാം സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആലപിക്കുന്നത് നമുക്കോ മറ്റുള്ളവർക്കോ ആസ്വദിക്കാനാകരുത്. അത് നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് പൊങ്ങിവരുന്ന ദൈവാരാധനയായിരിക്കണം. അതേ ബോധത്തോടെ വേണം നാം സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ഒക്കെ ആലപിക്കേണ്ടത്. അഞ്ചാമതായി, നാം നമ്മുടെ മനസ്സിനെ ഉയരത്തിലുള്ള കാര്യങ്ങളിൽ സെറ്റ് ചെയ്യണം. അപ്പോഴാണ് ദൈവം നമ്മുടെ മേൽ സന്തോഷം പകരുന്നത്. ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് നമ്മുടെ ഡ്യൂട്ടിയും സന്തോഷവുമായിരിക്കുന്നത് അപ്പോൾ മാത്രമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ യേശുക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ദൈവമായി അംഗീകരിച്ച് അവനായി സ്വയം സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഈ മെസ്സേജ് ഇന്ന് നിങ്ങൾ കേട്ടെങ്കിൽ മറ്റൊരാളുമായി ഇത് ഷെയർ ചെയ്യുക. May the grace of our Lord Jesus Christ be with you till we meet again. I bless you in Jesus' name. Amen.